മനോരമയിലേക്ക് പോകാം. മനോരമ ഞാൻ നേരത്തെ പറഞ്ഞു, മനോരമ ഒഴികെയുള്ള മറ്റ് പത്രങ്ങളെല്ലാം നമ്മൾ കണ്ടു. ആ പത്രങ്ങളെല്ലാം വളരെ വിശദമായി ഈ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. മനോരമ നേരെ മറിച്ച് അങ്ങനെയല്ല. മനോരമ കുറച്ചും കൂടി വൈകാരികമായി മറ്റ് വാർത്തകളിലേക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ കൊച്ചിയിലെ ഭക്ഷണം ട്രെയിനിൽ വിതരണത്തിനുള്ള ഭക്ഷണം പിടിച്ചടക്കം 3 വാർത്തകളെ ക്ലബ് ചെയ്തുകൊണ്ട് ഒന്നാം പേജാക്കിയിരിക്കുകയാണ് മനോരമ. അതിൻ്റെ ഹെഡിങ് ജീവിക്കാൻ വയ്യേ എന്നുള്ളതാണ്. എന്തായാലും മനോരമയ്ക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നു. കേക്കിലും മിഠായിയിലും ലഹരിക്കയമാണ് കേരളത്തിൽ എന്നാണ്. അത് കരിപ്പൂരിൽ വന്ന ലഹരി കലർത്തിയ 15 കിലോഗ്രാം ചോക്ലേറ്റ് പിടികൂടിയ വാർത്ത. ചോക്ലേറ്റ്, ക്രീം, ബിസ്ക്കറ്റ്, കേക്ക്, അങ്ങനെ 34 കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് ഇന്നലെ കരിപ്പൂരിൽ പിടിച്ചതാണ്. അങ്ങനെ ലഹരിക്കയം, അത് ലക്ഷ്യം വിദ്യാർത്ഥികൾക്ക് എന്ന് അതിലൊരു വാർത്ത. 3 വാർത്തകളാണ് ആദ്യത്തെ വാർത്ത. അത് മറ്റൊന്ന് തെരുവ് നായ 8 വയസ്സുകാരനെ കടിച്ചു കുടഞ്ഞു. മറ്റൊന്ന് ഭക്ഷണമയം, നേരത്തെ ഞാൻ സൂചിപ്പിച്ച കൊച്ചിയിലെ ട്രെയിനിൽ വിതരണത്തിലുള്ള പഴകിയ ഭക്ഷണം, അത് പഴകിയ മുട്ട, ഇറച്ചി, അങ്ങനെ ഈ 3 വാർത്തകളെ ഒന്നാം പേജിൽ പ്രധാനപ്പെട്ട വാർത്തയാക്കി. ജീവിക്കാൻ വയ്യേ എന്ന തലക്കെട്ടിൽ ഒന്നാം പേജിൽ വാർത്തയാക്കിയിരിക്കുകയാണ് മനോരമ. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രധാനമായിട്ടും ഈ കേണൽ സോഫിയ ഖുറേഷിയെ മറന്നുപോയി. അതുമാത്രമല്ല, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ മനോരമ അക്കാര്യത്തിൽ ഒന്നാം പേജിൽ ഉൾപ്പെടുത്തുന്നതിൽ നിന്ന് വിട്ടുപോയി എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും മനോരമ അതിനെ വേറെ തലത്തിൽ ചിന്തിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാണ് കാണുന്നത്.